18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ നിക്ഷേപം നടത്താവുന്ന NBS വാത്സല്യയെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഓൺലൈനായിട്ട് NBS വാത്സല്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ NBSനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ നിക്ഷേപം നടത്താവുന്ന NBS വാത്സല്യയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ഈ NBS സ്കീമിൽ കുട്ടികളുടെ പേരിൽ അവരുടെ നാച്ചുറൽ ഗാർഡിയനോ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയനോ നിക്ഷേപം നടത്താം. ഇതിൽ നടത്തേണ്ട മിനിമം നിക്ഷേപ തുക എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപയുടെ മുകളിലേക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിൽ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ലംസമായിട്ടോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലോ 1000 രൂപയോ അതിന് മുകളിലേക്കുള്ള എമൗണ്ടുകൾ നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. കുട്ടിക്ക് 18 വയസ്സ് തികയുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ 80% ആനുവിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയോ 20% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. അഥവാ ഈ പണം നിങ്ങൾ വിഡ്രോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞ് 3 മാസത്തിനകം കുട്ടിയുടെ പേരിൽ KYC കംപ്ലീറ്റ് ചെയ്ത് കുട്ടിക്ക് തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാം. സാധാരണ NBSന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ റൂളുകളും ഈ NBS നിക്ഷേപത്തിന് ആപ്ലിക്കബിൾ. കുട്ടിക്ക് 18 വയസ്സാകുന്നതിന് മുന്നേ പണം വിഡ്രോ ചെയ്യാനായിട്ടുള്ള ചില ഓപ്ഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇതേപോലെയുള്ള വിഡ്രോവൽ അലവ് ചെയ്യുകയുള്ളൂ. കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നു, അതിൻ്റെ ചികിത്സാർത്ഥം പിൻവലിക്കേണ്ട എമൗണ്ട്, കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടിയിട്ടുള്ള വിഡ്രോവൽ, ഇങ്ങനെയുള്ള സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ മാത്രമാണ് NBSൽ നിന്ന് 18 വയസ്സിന് മുന്നേ ആയിട്ട് വിഡ്രോവൽ അലവ് ചെയ്യുകയുള്ളൂ. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന തുകയുടെ 25% വീതം 3 പ്രാവശ്യം വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോർപ്പസ് 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ ആ കോർപ്പസ് മൊത്തമായിട്ടും വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിൽ പറയുന്നുണ്ട്. ഇത് സാധാരണ NBS പോലെ തന്നെയാണ് ഈ സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുവാണ്, നിങ്ങളുടെ ന്യൂ ബോൺ ബേബിയുടെ പേരിൽ നിങ്ങൾ 1000 രൂപ മാസം SIP മോഡിൽ NBSൽ നിക്ഷേപം നടത്തുന്നു. ഈ NBSൽ നിന്ന് ആവറേജ് ലഭിക്കുന്ന ഒരു റിട്ടേൺസ് 12.86% ആണ്. കഴിഞ്ഞ കാലത്തെ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കുട്ടിയുടെ 18 വയസ്സ് വരെയും മന്ത്ലി ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ 2,16,000 രൂപയോളം നിക്ഷേപം നടത്തിയിട്ടുണ്ടാവാം. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ 12.86% വെച്ച് ആനുവൽ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്താൽ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് ഏകദേശം 6,32,718 വരാം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ച ഗെയിനും കൂടി കൂട്ടിയാൽ 8,48,000 രൂപ വരാം. കുട്ടിയുടെ 18ാമത്തെ വയസ്സിൽ നിങ്ങൾ NBS സ്കീമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ക്രിയേറ്റ് ചെയ്ത 8,48,000 കോർപ്പസിൻ്റെ 80%, അതായത് 6,78,400 രൂപ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ആനുവിറ്റി സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെൻഷൻ, അതായത് മന്ത്ലി പെൻഷൻ ലഭിക്കുന്ന ആനുവിറ്റി സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ഇതിൻ്റെ 20% ആയ 1,69,600 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. NBS സ്കീമിൽ ഡെപ്പോസിറ്റ് നടത്തിയാൽ നമുക്ക് എത്രയൊക്കെ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ നടത്തുന്ന നിക്ഷേപവും അതോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺസും വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. NBS വാത്സല്യ എന്ന് പറയുന്ന സ്കീമിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര റിട്ടേൺസ് ആണ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൽ നിന്ന് ലഭിക്കുന്നത് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് ആണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയില്ല ഇത്ര എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര മെച്യൂരിറ്റി എമൗണ്ട് ലഭിക്കുമെന്ന്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീസണബിൾ ആയിട്ടുള്ള ഒരു 12% ആനുവൽ റിട്ടേൺസ് നമുക്ക് ലഭിക്കുമെന്നുള്ള കാൽക്കുലേഷനിലാണ് ഈ കമ്പ്യൂട്ടേഷൻ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ NBSൻ്റെ കഴിഞ്ഞ കാലത്തെ ഹിസ്റ്ററി, അതായത് 75%-ഓളം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുടെ കഴിഞ്ഞ കാലത്തെ ഹിസ്റ്ററി നോക്കിയാൽ 12%-ൽ കൂടുതലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സേഫർ സൈഡിൽ ഒരു 12% എന്ന് അസ്യൂം ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ എത്രയൊക്കെ റിട്ടേൺസ് ആണ് നമുക്ക് ലഭിക്കാൻ പോവുക എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ മന്ത്ലി 10,000 രൂപ വീതമാണ് NBSൽ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 12%
ആനുവൽ റിട്ടേൺസ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ 20 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ജോയിൻ ചെയ്യുന്നത്, അദ്ദേഹം 60 വയസ്സ് വരെയും കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. അതായത് 40 വർഷം നിങ്ങൾ കോൺട്രിബ്യൂഷൻ അടയ്ക്കുമ്പോൾ 48 ലക്ഷം രൂപ കോൺട്രിബ്യൂഷനായിട്ട് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്ന മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറയുന്നത് 11,76,47,725 വരുന്നത്. ഈ എമൗണ്ട്, ഈ 10,000 രൂപ എന്നുള്ള എമൗണ്ട് 5,000 രൂപയാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്രയൊക്കെ വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കാം. സെയിം 12%, 20ാമത്തെ വയസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, 60 വയസ്സ് വരെ നിങ്ങൾ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയാണ്. ഇതിൽ നിന്ന് മെച്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,88,23,863 രൂപയാണ്. ഇങ്ങനെ ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് എമൗണ്ടാണ് ഏത് പീരീഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കമ്പ്യൂട്ടേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ എക്സൽ കാൽക്കുലേറ്റർ അനുസരിച്ചിട്ടും നമുക്ക് NBSC നിന്ന് ലഭിക്കുന്ന റിട്ടേൺസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നത് ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് 18 വയസ്സ് വരെയും നിങ്ങൾ ഓരോ മാസവും 5,000 രൂപ വീതമാണ് SIP എന്ന രീതിയിൽ NBSCയിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതും അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് 12% റിട്ടേൺസ് നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ഈ എമൗണ്ട് ഏകദേശം 35,58,643 വരെ ആകാം. ഈ സ്കീമിൻ്റെ പ്രൊവിഷൻ അനുസരിച്ച് കുട്ടിക്ക് 18 വയസ്സാകുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പണം തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ പറയുന്നത് 18ാമത്തെ വയസ്സിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ കോർപ്പസിൻ്റെ 80%, അതായത് 28,46,000 രൂപ നിങ്ങൾക്ക് ആനുവിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ 7,11,000 രൂപ നിങ്ങൾക്ക് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. നിങ്ങൾ നടത്തുന്ന കോൺട്രിബ്യൂഷൻ 10,000 രൂപയാണെന്ന് അസ്യൂം ചെയ്യുക. അത് കുട്ടിക്ക് 18 വയസ്സ് വരെയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 12% റിട്ടേൺ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് 71,17,000 രൂപയാകും. ഈ 71,17,000 രൂപയുടെ 20% 14,23,000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാം. ബാക്കി വരുന്ന 56,93,000 രൂപ നിങ്ങൾ ആനുവിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ എടുക്കുകയാണെങ്കിൽ, ഒരു വയസ്സുള്ള കുട്ടിയുടെ പേരിൽ ഓരോ മാസം 5,000 രൂപ വീതം 60 വർഷം നമ്മൾ നിക്ഷേപം നടത്തിയാൽ 12% ആണ് നമുക്ക് ലഭിക്കുന്ന ആനുവൽ റിട്ടേൺ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 60 വയസ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ട് 47,69,33,453 ഉണ്ടാവും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേജർ പോർഷൻ, അതായത് മിനിമം 75% പോകുന്നത് ഇക്വിറ്റിയിലാണ്. ലോങ് ടൈമിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു തരാനായിട്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഓരോ മാസവും നമ്മൾ നടത്തുന്ന 5,000 രൂപ, അതായത് ഏകദേശം 36 ലക്ഷം രൂപയാണ് ഈ 60 വർഷം കൊണ്ട് നിക്ഷേപം നടത്തുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ NBS ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു പെൻഷൻ കാൽക്കുലേറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പെൻഷൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മാസം എത്രയാണ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ എൻ്റർ ചെയ്യാം. എത്ര വയസ്സ് വരെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്ര വർഷമാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം കമ്പ്യൂട്ട് ചെയ്ത് ആനുവലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ അസ്യൂം ചെയ്യാം. 10%, 12%, 15% എത്രയാണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. ഇതിൽ 40% നിങ്ങൾ ആനുവിറ്റി ആയിട്ട് വിഡ്രോ ചെയ്യുക എന്നും അസ്യൂം ചെയ്യുക. ഈ പറയുന്ന ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്ററും വ്യക്തമായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് 60 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 70 വയസ്സ് കഴിയുമ്പോൾ ലഭിക്കുമെന്ന് കമ്പ്യൂട്ട് ചെയ്ത് പറയും. നമ്മുടെ ഈ എക്സാമ്പിളിൽ 18 വയസ്സുള്ള ഒരു വ്യക്തി 1,000 രൂപ വീതം മന്ത്ലി അദ്ദേഹത്തിന് 60 വയസ്സ് വരെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർപ്പസ് ഏകദേശം 1,51,14,764 രൂപ ഉണ്ടാകുമെന്നാണ് ഈ കാൽക്കുലേറ്ററിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇതേപോലെ നിങ്ങളുടെ ഏജ് അനുസരിച്ച് നിങ്ങൾ എത്ര എമൗണ്ടാണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്താലും എത്ര രൂപ നിങ്ങൾക്ക് ലഭിക്കാമെന്ന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് nbstrust.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗൂഗിളിൽ NBS കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവാം
എങ്ങനെയാണ് NPS സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ ലോങ് ടൈമിലേക്ക് നമുക്ക് വലിയൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ പോലെ തന്നെ ലോങ് ടൈമിലേക്ക് നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റും ഇക്വിറ്റി മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന കൂടുതൽ റിട്ടേൺസും കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ എമൗണ്ടുകൾ പിൽക്കാലത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വലിയൊരു കോർപ്പസായിട്ട് മാറുന്നതും ആ കോർപ്പസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗോളോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഗോളോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വളരെ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.